TRNTയുടെ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിച്ച് ഭൂരഹിതർക്കും തൊഴിലാളികൾക്കും വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ മാസം 30-ാം തീയതി TRNT പെരുവന്താനം എസ്റ്റേറ്റിൽ ഭൂമി തിരിച്ചുപിടിക്കൽ സമരം നടത്തുമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ജ്യോതി വാസ് പറവൂർ, കോട്ടയം ജില്ലാ പ്രസിഡന്റ് സണ്ണി മാത്യു എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുവിതാംകൂർ രാജാവ് ബ്രിട്ടീഷ് കമ്പനിക്ക് പാട്ടത്തിന് നൽകിയ ഭൂമി ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന രാമകൃഷ്ണ ശർമ്മയ്ക്ക് ഭൂമിയുമായി ബന്ധം തെളിയിക്കുന്ന യാതൊരു രേഖകളും നിലവിലില്ല. സർക്കാർ പാട്ടത്തിനും എസ്റ്റേറ്റ് നൽകിയിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷൻ IG ആയിരുന്ന ശ്രീജിത്ത് കയ്യേറ്റ ഭൂമിയെ സംബന്ധിച്ച് നൽകിയ റിപ്പോർട്ടിൽ ഈ ഭൂമിക്ക് യാതൊരു രേഖയുമില്ലെന്ന് കണ്ടെത്തിയിരുന്നു. രാജമാണിക്യം കമ്മീഷന്റെ അന്വേഷണത്തിലും ഭൂമി തിരിച്ചുപിടിച്ച് ലാൻഡ് ബോർഡിന് നൽകാൻ നിർദ്ദേശം നൽകിയതാണ്. ഇവയൊന്നും ഇതുവരെയായി നടപ്പായിട്ടില്ലെന്നും ഇവർ ആരോപിക്കുന്നു. സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന കമ്പനി എസ്റ്റേറ്റിലെ മരങ്ങളും വ്യാപകമായി മുറിച്ചു കടത്തുകയാണ്. ഇവയെല്ലാം നടക്കുന്നത് ഭരണകൂടത്തിന്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും പിന്തുണയോടെയാണ്. ലക്ഷക്കണക്കിന് ഭൂരഹിതരുള്ള കേരളത്തിൽ ഹാരിസൺ അടക്കമുള്ള തോട്ടം കുത്തകകൾ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന എല്ലാ ഭൂമികളും സർക്കാർ തിരിച്ചുപിടിച്ച് ഭൂരഹിതർക്ക് വിതരണം ചെയ്യണം. ഇതിന് മുന്നോടിയായാണ് വ്യാഴാഴ്ച ഭൂമി തിരിച്ചുപിടിക്കൽ സമരം സംഘടിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ട് വളരെ കൃത്യമായി പറയുന്നുണ്ട്. TRNT കമ്പനി അത് അനധികൃതമായി ഇവിടെ കൈവശം വെച്ചിരിക്കുകയാണ് ആ ഭൂമിയെന്ന്. കാരണം ഇത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്ത് വളരെ കൃത്യമായി ബ്രിട്ടീഷ് സർക്കാരിന് പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ്. പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലത്തിന് ശേഷം അത് അനധികൃതമായിട്ട് TRNT കമ്പനിയുടെ ഇപ്പോഴത്തെ ഉടമസ്ഥാവകാശം കൈക്കലാക്കിയിട്ടുള്ള ആളുകൾ അനധികൃതമായി അവരുടെ ഭൂമി കുറച്ചവിടെ ഉണ്ട്. അതാണ്ട് 1500ഓളം ഏക്കർ ഭൂമി അവർക്ക് പട്ടയമായുള്ള ഭൂമി അവിടെ ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുകയാണ്. അതേസമയം തന്നെ അവിടെ 10,000-ത്തിലധികം ഏക്കർ ഭൂമി അനധികൃതമായി TRNT കമ്പനി കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കറിയാം, മനുഷ്യാവകാശ കമ്മീഷൻ IG ആയിരുന്ന ശ്രീജിത്ത് അടക്കം അവിടെ ഈ ഭൂമി ബന്ധപ്പെട്ട രേഖകളൊന്നും ഇവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട രാജമാണിക്യം കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ TRNT കമ്പനി സമർപ്പിക്കുകയുണ്ടായി. ആ രേഖകളിലൊന്നും ഇതിൻ്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന യാതൊരുവിധ സർട്ടിഫിക്കറ്റുകളോ ബന്ധപ്പെട്ട രേഖകളോ ഹാജരാക്കാൻ TRNT കമ്പനിയുടെ ഇപ്പോഴത്തെ മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വസ്തുതയാണ്. മറ്റൊരു കാര്യം, ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ തോട്ടവുമായി ബന്ധപ്പെട്ട് തോട്ടഭൂമികൾ സർക്കാർ കൈമാറുമ്പോൾ അല്ലെങ്കിൽ തോട്ടഭൂമികളിൽ തോട്ടേതര ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായ നിയമങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് നോക്കൂ, ഈ 10,000 ഏക്കർ ഭൂമിയുടെ ഏതാണ്ട് 80% അവിടെ കൃഷി ചെയ്യുന്നത് തോട്ടേതര വിളയായിട്ടുള്ള പൈനാപ്പിൾ കൃഷിയാണ്. മാത്രമല്ല, ഈ ഭൂമിയിൽ നമ്മൾ ചെന്ന് കാണുമ്പോൾ വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ്. ഏതാണ്ട് ഈ ഭൂമിയുടെ ഗണ്യമായ പ്രദേശത്ത് നിന്ന് വലിയ തോതിലുള്ള മരങ്ങൾ, റബ്ബർ മരങ്ങളാണെങ്കിലും ആഞ്ഞിലിയാണെങ്കിലും തേക്കാണെങ്കിലും ഒക്കെ വൻതോതിൽ വെട്ടി നശിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് കടത്തിയിരിക്കുന്നു. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, സർക്കാരിലേക്ക് വന്നു ചേരേണ്ട കോടിക്കണക്കിന് രൂപ സർക്കാരിലേക്ക് കൊടുക്കാതെ വലിയൊരു അഴിമതിയാണ് അവർ നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. രാവിലെ 11 മണിക്ക് 35-ാം മൈലിൽ നിന്നും മണിക്കൽ എസ്റ്റേറ്റിലേക്ക് മാർച്ച് നടത്തും. മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്യും. സമരത്തിന് വെൽഫെയർ പാർട്ടി നേതാക്കളും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഭൂസമര സമിതി കോർഡിനേറ്റർ KK ഷാജഹാൻ, ഇടുക്കി ജില്ലാ സെക്രട്ടറി അഷ്റഫ് മാങ്കുളം തുടങ്ങിയവരും പങ്കെടുത്തു.